ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 34. വിശുദ്ധ ജെറോം 347 ജനിക്കുകയും 420 മരിക്കുകയും ചെയ്ത വിശുദ്ധ ജെറോം. എവ്സേബിയൂസ് സൊഫ്രോണിയോസ് ഹീറേനീമുസ് എന്നാണ് മുഴുവൻ പേര്. പുരോഹിതൻ, വിശ്വാസ പ്രഘോഷകൻ, വേദശാസ്ത്രി, പരിഭാഷകൻ, ലത്തീൻ വുൾഗാത്ത. ഇപ്പോഴും സഭയുടെ ഔദ്യോഗിക ബൈബിള് ലത്തീൻ വുൾഗാത്തയാണ്. അതൊക്കെ തർജ്ജമ ചെയ്തത് ഈ വിശുദ്ധ ജെറോമാണ്. കമൻ്ററീസ് ഓൺ മാത്യു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രചനയിൽ 4:26 ലിറ്റർജിയെക്കുറിച്ചുള്ള ഒരു മനോഹരമായ വീക്ഷണമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്ക് ഒന്ന് വായിക്കാം, എന്നിട്ട് അതിലത്തെ ഒരു കാര്യം ഒന്ന് എൻ്റെ അഭിപ്രായം ഒന്ന് പറയാം. തൻ്റെ സ്ലീഹന്മാരോടൊപ്പം, വിശുദ്ധ ജെറോമിൻ്റെ വാക്കുകളാണ്, തൻ്റെ സ്ലീഹന്മാരോടൊപ്പം കുഞ്ഞാടിൻ്റെ മാംസം ഭക്ഷിക്കുകയും പെസഹായുടെ ആഘോഷം പൂർത്തിയാക്കുകയും ചെയ്തപ്പോൾ യേശു വരാനിരുന്നതിൻ്റെ ഒരു രൂപം, ഒരു ടൈപ്പ്, ഒരു പൂർവ്വരൂപം നിവൃത്തിയാക്കുകയായിരുന്നു. അതിനുശേഷം, അതായത് ആ പൂർവ്വരൂപം പൂർത്തിയാക്കിയതിനു ശേഷം അവൻ യഥാർത്ഥ പെസഹായുടെ കൂദാശയിലേക്ക് കടക്കുന്നു. അത്യുന്നത ദൈവത്തിൻ്റെ പുരോഹിതനായ മെൽക്കിസദേക്കിനെ പോലെ അപ്പവും വീഞ്ഞുമാണ് അവൻ കാഴ്ചയായി എടുക്കുന്നത്. എന്നിട്ട് അവയിൽ തന്നെ തൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സാദൃശ്യത്തിൽ, ശരീരത്തിൻ്റെ രക്തത്തിൻ്റെയും യാഥാർത്ഥ്യത്തിൽ ആവിഷ്കരിക്കുന്നു. നമുക്ക് ഈ ഇതിലത്തെ അവൻ യഥാർത്ഥ പെസഹായുടെ കൂദാശയിലേക്ക് കടക്കുന്നു. യഥാർത്ഥ പെസഹായുടെ കൂദാശ. അപ്പം അതിനു മുമ്പ് യഹൂദരുടെ പെസഹ ആചരിച്ചു എന്നാണ് വിശുദ്ധ ജെറോം പറയുന്നത്. ഈ യഹൂദരുടെ പെസഹായുടെ ചില ഘടകങ്ങളുണ്ട്, ചില ഘടകങ്ങളില്ല. അതുകൊണ്ട് യേശു ഭക്ഷിച്ചത് പെസഹ ഭക്ഷണമാണോ എന്ന് വലിയ തർക്കങ്ങളൊക്കെയുണ്ട്. അതിന് കൃത്യമായ ഉത്തരവൊന്നും പലരും നൽകിയിട്ടില്ല. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടൊരു ഉത്തരം നൽകിയിരിക്കുന്നത് ജോൺ പി മേയർ എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനാണ്. അത് ബെനഡിക്ട് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ നസ്രത്തിൽ യേശു എന്ന ഗ്രന്ഥത്രയത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ആ ജോൺ പി മേയറിൻ്റെ നിർദ്ദേശത്തെ അടിസ്ഥാനമാക്കി ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നതാണ്, അത് പെസഹയായിരുന്നു, പക്ഷേ യഹൂദരുടെ പെസഹയല്ല, യേശുവിൻ്റെ തനതു പെസഹ, യുണീക്ക്, അതുല്യമായ പെസഹ, യേശുവിൻ്റെ അതുല്യമായ പെസഹ. അപ്പോൾ വിശുദ്ധ ജെറോം പറയുന്നത് ഈ യഹൂദ പെസഹ എന്ന് പറയുന്നത് ഒരു ടൈപ്പായിരുന്നു. അത് ഈ വരാനിരുന്നതിൻ്റെ ഒരു പൂർവ്വരൂപം. അത് കർത്താവ് അനുഷ്ഠിച്ചു. തൻ്റെ സ്ലീഹന്മാരോടൊപ്പം കുഞ്ഞാടിൻ്റെ മാംസം ഭക്ഷിക്കുകയും പെസഹയുടെ ആഘോഷം പൂർത്തിയാക്കുകയും ചെയ്തപ്പോൾ വരാനിരുന്നതിൻ്റെ പൂർവ്വരൂപമായ പഴയ നിയമത്തിലെ പെസഹ അവൻ പൂർത്തിയാക്കി. പഴയ നിയമത്തിൽ പൂർത്തിയാക്കി. അതിന് ശേഷം, അത് പൂർത്തിയാക്കിയതിന് ശേഷം, പഴയ നിയമത്തിലെ പെസഹ പൂർത്തിയാക്കിയതിന് ശേഷം, പൂർവ്വരൂപം പൂർത്തിയാക്കിയതിനു ശേഷം അവൻ യഥാർത്ഥ പെസഹായുടെ കൂദാശയിലേക്ക് കടന്നു. യഥാർത്ഥ പെസഹായുടെ കൂദാശയിലേക്ക് കടന്നു. യഥാർത്ഥ കടന്നുപോക്ക്, അത് സ്വർഗത്തിലേക്കുള്ള കടന്നുപോക്കാണ്. ആ കൂദാശയിലേക്ക് അവൻ കടക്കുകയാണ്. എങ്ങനെയാണ് അവൻ കടന്നത്? അതിനു മുമ്പ് കൂദാശ എന്ന വാക്ക്, കൂദാശ എന്ന് പറഞ്ഞാൽ അദൃശ്യമായ യാഥാർത്ഥ്യത്തെ ദൃശ്യമാക്കുന്ന അടയാളം. അദൃശ്യമായ യാഥാർത്ഥ്യത്തെ ദൃശ്യമാക്കുന്ന അടയാളം, ബാഹ്യമായ അടയാളം, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു അദൃശ്യമായ യാഥാർത്ഥ്യമുണ്ട്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അടയാളം ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഒരു കുഞ്ഞിനെ നമ്മൾ സ്നേഹിക്കുന്നു. നമ്മൾ കുഞ്ഞിനോട് ഐ ലവ് യു എന്ന് പറയുകയാണ് ചെയ്യുന്നത്? അല്ല, നമ്മൾ കുഞ്ഞിനെ അങ്ങ് എടുത്ത് ഇല്ലേ, നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് അങ്ങ് തെരുതരാ ചുംബിക്കും. ചുംബനം സ്നേഹമാണോ? യൂദാസ് ചുംബനം കൊണ്ടാണ് ഒറ്റിക്കൊടുത്തത്. അപ്പോൾ ചുംബനം അതിൽ തന്നെ സ്നേഹമല്ല. ഒറ്റിക്കെറുക്കാനായും ചുംബിക്കാം. ചിലർ ചിരിച്ചിട്ട് കത്തി കയറ്റും പിന്നിക്കോടെ, ഇല്ലേ? ചിരി ഇല്ലേ സ്വാഗതം ചെയ്യുന്നതിൻ്റെ ഒരു പ്രതീകമാണോ? അല്ല, അത് ചിരി സ്വാഗതം ചെയ്യുന്നതാകാം, കൊല്ലാനുള്ള ചിരി ഉണ്ടാക്കാം, കൊലച്ചിരി ആകാം. അപ്പോൾ ഈ ചുംബനം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ആകാം, ഒറ്റിക്കൊടുക്കലിൻ്റെ ആകാം. സ്നേഹത്തിൻ്റെ ആണെങ്കിൽ ചുംബനം തന്നെ യാഥാർത്ഥ്യമായിട്ട് മാറുകയാണ്. ആ ചുംബിക്കുമ്പോഴാണ് കുഞ്ഞ് മനസ്സിലാക്കുന്നത് അമ്മ എന്നെ സ്നേഹിക്കുന്നു, അപ്പൻ എന്നെ സ്നേഹിക്കുന്നു. ആ ചുംബനത്തിലാണ്. അപ്പോൾ ചുംബനം ബാഹ്യമായ അടയാളമാണ്, പക്ഷെ ചുംബനം തന്നെ സ്നേഹമായിട്ട് മാറുകയാണ്. അടയാളം തന്നെ യാഥാർത്ഥ്യമായിട്ട് മാറുകയാണ്. ഇതിനാണ് സജീവ അടയാളം എന്ന് പറയണേ. പലതരം അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ 4 തരം അടയാളങ്ങളുണ്ട്. നമുക്ക് അതിലേക്കൊന്നും ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല. സജീവമായ അടയാളം എന്ന് പറഞ്ഞാൽ അടയാളം തന്നെ യാഥാർത്ഥ്യമായിട്ട് മാറും. കുർബാന സംഭവിക്കുന്നതാണ്. അതാണ് കൂദാശ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ പരിശുദ്ധൻ്റെ പരിശുദ്ധ പ്രവൃത്തിയാണ് കൂദാശ എന്നും വ്യാഖ്യാനിക്കാം. പരിശുദ്ധനായ ദൈവത്തിൻ്റെ പരിശുദ്ധ പ്രവൃത്തിയാണ് കൂദാശ. കാദോഷവാക്യന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ജീവന്റെ നാഥനായ ദൈവം അപ്പമെടുത്ത് തൻ്റെ ജീവൻ, നിത്യജീവൻ, ദൈവിക ജീവൻ
അതിൽ നിക്ഷേപിക്കുന്നു. വീഞ്ഞെടുത്ത് കാസയെടുത്ത് അതിൽ തൻ്റെ പ്രാണൻ നിക്ഷേപിക്കുന്നു ദൈവം തന്നെയായ യേശു. എന്നിട്ട് അവൻ ഉത്ഥാനത്തിന് ശേഷം അത് അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് കൽപ്പിക്കുന്നുണ്ട്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. അതിനുവേണ്ടി എന്താ ചെയ്യുന്നത്? അവൻ്റെ സജീവ വചനവും ജീവനുള്ള റൂഹായും സ്ലീഹന്മാരിലേക്ക് പകരുന്നു. അതിനവൻ കഴിഞ്ഞത് അവൻ മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനായതുകൊണ്ടാണ്. മെൽക്കിസെദെക്ക് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റൂഹായുടെ ഒരു പൂർവ്വരൂപമാണ്. പഴയ നിയമത്തിൽ മെൽക്കിസെദെക്ക് എന്നും പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് പാരക്ലേത്ത എന്നും പറയുന്നു. അപ്പോൾ പരിശുദ്ധ റൂഹായുടെ ഒരു പൂർവ്വരൂപമാണ് മെൽക്കിസെദെക്ക്. ആ പരിശുദ്ധ റൂഹായുടെ ക്രമത്തിലുള്ള പുരോഹിതനാണ് യേശുക്രിസ്തു. അതുകൊണ്ടാണ് മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതൻ തൻ്റെ സജീവ വചനവും ജീവനുള്ള റൂഹായും സ്ലീഹന്മാർക്ക് കൈമാറി അവർക്ക്, ഈ സ്ലീഹന്മാർക്ക് തൻ്റെ പൗരോഹിത്യത്തിൽ പങ്കു കൊടുക്കുന്നു. നിങ്ങൾ ഇന്നലെയൊക്കെ ശ്രദ്ധിച്ച് കാണും, എൻ്റെ വീഡിയോയുടെ താഴെ ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അനേക പ്രാവശ്യം ഒരേ കമൻറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് യേശുവിന് ഏക പൗരോഹിത്യമായതിനാൽ അത് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ഏതൊരു പെന്തക്കോസ്ത് പാസ്റ്ററോ മറ്റോ ആയിരിക്കണം. യേശുവിൻ്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നുവെന്ന് കത്തോലിക്ക സഭ ഒരു ഘട്ടത്തിലും പഠിപ്പിച്ചിട്ടില്ല, ഇപ്പോഴും പഠിപ്പിക്കുന്നില്ല. കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ ഇങ്ങനൊരു വചനമുണ്ട്: ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ, ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ, യേശു ക്രിസ്തു. മറ്റുള്ളവർ നമ്മൾ വൈദികരെന്നോ പുരോഹിതന്മാരോ വിളിക്കുന്നവരൊക്കെ ശുശ്രൂഷകരാണ്. അതുകൊണ്ട് കത്തോലിക്ക സഭയിൽ അച്ഛന്മാരുടെ പട്ടത്തെ വിളിക്കുന്നത് ശുശ്രൂഷ പൗരോഹിത്യം എന്നാണ്. ശുശ്രൂഷകരാണ്. ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ. യേശുവിൻ്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. കൈമാറ്റം ചെയ്യപ്പെടുന്നുവെന്ന് കത്തോലിക്ക സഭ ഒരു ഘട്ടത്തിലും പഠിപ്പിച്ചിട്ടില്ല, ഇപ്പോഴും പഠിപ്പിക്കുന്നില്ല. ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ. മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരം ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ. ആ പുരോഹിതൻ അവൻ്റെ പൗരോഹിത്യത്തിലേക്ക് ഈ സ്ലീഹന്മാരെ എടുത്തു വെക്കുകയാണ്. അവൻ്റെ പൗരോഹിത്യം കൈമാറുകയല്ല. സ്രഷ്ടാവ് ഒന്നല്ലേ ഉള്ളൂ, ദൈവമല്ലേ സ്രഷ്ടാവ്. പക്ഷെ മാതാപിതാക്കൾ അവൻ്റെ സൃഷ്ടികർമ്മത്തിലേക്ക് എടുത്തു വെക്കുകയല്ലേ. അപ്പോൾ ഇന്ന് മക്കൾ ജനിപ്പിക്കുന്നത് മാനുഷിക മാതാപിതാക്കളാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ അവർ പങ്കെടുപ്പിക്കുകയാണ്. സ്രഷ്ടാവ് തൻ്റെ സൃഷ്ടികർമ്മം, സർഗശക്തി കൈമാറിയോ? പൂർണ്ണമായും കൈമാറിയോ? ഇല്ല. ഇപ്പോഴും ദൈവം വിചാരിക്കണം സൃഷ്ടി നടക്കണമെങ്കിൽ. മനുഷ്യർ വിചാരിക്കുമ്പോൾ എൻ്റെ ശക്തി കൊണ്ടൊക്കെ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ മക്കളില്ലാത്ത എല്ലാവർക്കും മക്കളുണ്ടാവേണ്ടതല്ലേ? നമ്മൾ വിചാരിച്ചാൽ മതിയോ? പോരല്ലോ. അപ്പോൾ ദൈവം തന്നെ വിചാരിക്കണം. ചുരുക്കത്തിൽ ഒരൊറ്റ സ്രഷ്ടാവ്, പക്ഷേ ആ സ്രഷ്ടാവിൻ്റെ സർഗശക്തിയിലേക്ക് മാതാപിതാക്കളെ പ്രവേശിപ്പിക്കുന്നത് പോലെ ഒരൊറ്റ മഹാപുരോഹിതൻ, മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ, അവൻ്റെ പൗരോഹിത്യത്തിലേക്ക് സ്ലീഹന്മാരെ പ്രവേശിപ്പിക്കുകയാണ്. അതെങ്ങനെ? അവൻ്റെ സജീവ വചനവും ജീവനുള്ള റൂഹായും അവൽ നിക്ഷേപിച്ചുകൊണ്ട്. അപ്പോൾ തൻ്റെ പൗരോഹിത്യം കൈമാറാതെ തന്നെ തൻ്റെ പൗരോഹിത്യത്തിലേക്ക് സ്ലീഹന്മാരെ എടുത്തു വെക്കുകയാണ്. അങ്ങനെയാണ് അവർക്ക് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യൂ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാക്ക് പാലിക്കാൻ പറ്റുന്നത്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് പാലിക്കാൻ പറ്റുന്നത്. അത് കർത്താവ് അവരെ തൻ്റെ പൗരോഹിത്യത്തിൽ പങ്കാളികളാക്കിയത് കൊണ്ടാണ്, അല്ലാണ്ട് പൗരോഹിത്യം കൈമാറിയത് കൊണ്ടല്ല. ചുരുക്കത്തിൽ ഈ യഥാർത്ഥ പെസഹയുടെ കൂദാശ എന്ന വാക്കിലും മെൽക്കിസെദെക്കിനെ പോലെ പുരോഹിതനായ യേശു അപ്പവും വീഞ്ഞുമാണ് കാഴ്ചയിൽ എടുക്കുന്നതെന്നും അതിൽ തൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും യാഥാർത്ഥ്യം ആവിഷ്കരിക്കുന്നുവെന്നും അത് മെൽക്കിസെദെക്കിന്റെ പ്രകാരമായതിനാൽ അത് ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു. മെൽക്കിസെദെക്കാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നത്. പിന്നെ യേശുക്രിസ്തുവാണ്. രണ്ടുപേരും ചെയ്ത് ഒരേ സ്ഥലത്തുമാണ്. അബ്രഹാം മെൽക്കിസെദെക്കിനെ കണ്ടുപിട്ടി അതേ സ്ഥലത്താണ് പിന്നീട് ഈ കർത്താവ് കുർബാന സ്ഥാപിച്ച ആ ഊട്ടുമുറി, ആ പ്രാർത്ഥനാ ഹാള്. ചുരുക്കത്തിൽ യഥാർത്ഥ പെസഹയുടെ കൂദാശയിലേക്ക് യേശു കടക്കുന്നുവെന്നും മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരത്തിലായതുകൊണ്ടാണ് അവൻ അപ്പവും വീഞ്ഞും എടുത്ത് ഇങ്ങനെ ചെയ്തതെന്നും അങ്ങനെ ആയതുകൊണ്ടാണ് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ്റെ സജീവ വചനവും ജീവനുള്ള റൂഹായും സ്ലീഹന്മാരിലേക്ക് നിക്ഷേപിച്ച് അവരെ തൻ്റെ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിപ്പിച്ചതെന്നുമാണ് വിശുദ്ധ ജെറോം പറയുന്നത്. അല്ലാതെ യേശുക്രിസ്തു തൻ്റെ പൗരോഹിത്യം കൈമാറി എന്നല്ല. അത് പെന്തക്കോസ്തക്കാരുടെ വ്യാഖ്യാനമാണ്, കത്തോലിക്ക സഭയുടെ വ്യാഖ്യാനമല്ല. നമുക്ക് മനസ്സിലായി എന്താണ് ഈ കുർബാന നടക്കുന്നതെന്ന്. ഈ യഥാർത്ഥ പെസഹയുടെ കൂദാശ എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടല്ലോ കുറച്ചുകൂടി. ഇത് പല പ്രാവശ്യം ധ്യാനിക്കുക, അങ്ങനെ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.